പ്രതികൂല കാലാവസ്ഥയിലും ആത്മവീര്യം കൈവിടാതെ ശക്തമായി മുന്നോട്ട് പോവുകയാണ് ആശാ വർക്കർമാർ. അവരുടെ സമരപന്തലിനെ പൊളിച്ചു നീക്കാൻ പിണറായി വിജയൻ്റെ പോലീസ് നടത്തുന്ന നരനായാട്ടാണ് ഏതാനും ദിവസങ്ങളായി കണ്ടുകൊണ്ടിരിക്കുന്നത്. അവർ സമരപന്തലിലേക്ക് കൊണ്ടുവരുന്ന ടാർപ്പാളിനും അവരുടെ ഫ്ലക്സ് ബോർഡുകളുമെല്ലാം അവരുടെ മുന്നിൽ വെച്ച് തന്നെ വലിച്ചെറിയാൻ കാണിക്കുന്ന ഈ പോലീസിൻ്റെ വൃത്തികെട്ട നടപടിയെ പ്രതിഷേധിച്ചുകൊണ്ട് ഇപ്പോൾ ഇതാ CPIM-നെ ശക്തമായി വിമർശിച്ചിരിക്കുകയാണ് CPIM RJD-യും. RJD കൃത്യമായി പറയുന്നത് ചർച്ചയ്ക്ക് തയ്യാറാകാൻ എന്തുകൊണ്ട് ആരോഗ്യമന്ത്രി തയ്യാറാകുന്നില്ല, എന്തുകൊണ്ട് മുഖ്യമന്ത്രി അതിന് ശ്രമിക്കുന്നില്ല. CPI സംസ്ഥാന സെക്രട്ടറിയായ ബിനോയ് വിശ്വവും ഇതേ അഭിപ്രായം പറഞ്ഞിരിക്കുന്നു, പിന്തുണയ്ക്കുന്നു. അതിന് കാരണമാകുന്ന ആരോഗ്യ ശിശുക്ഷേമ വകുപ്പ് മന്ത്രിയായ വീണ ജോർജ് ഡൽഹിയിലെത്തി കേന്ദ്ര ആരോഗ്യ വകുപ്പ് മന്ത്രി JP നദ്ദയെ കാണാൻ കഴിഞ്ഞില്ല എന്നുള്ള മുടന്ന ന്യായം പറഞ്ഞ് രക്ഷപ്പെടാൻ ശ്രമിച്ചപ്പോഴാണ് പ്രതിപക്ഷം ഈ വിഷയം ഏറ്റെടുത്തിരിക്കുന്നത്. കോൺഗ്രസ് MP ആയ ജബി മേത്തർ പറഞ്ഞത്, കാണാൻ പറ്റിയില്ലെങ്കിൽ അപ്പോയിൻമെൻ്റ് എടുത്തു തരാൻ ഞാൻ കൂടി സഹായിക്കാം, ഞാൻ കൂടി വരാം, എവിടെയാണ് എപ്പോഴാണ് എന്ന് പറഞ്ഞാൽ മാത്രം മതി. അതുപോലെ തന്നെയാണ് AICC-യുടെ ജനറൽ സെക്രട്ടറിയായ KC വേണുഗോപാൽ പറഞ്ഞത്, ഇത് പ്രഹസനമാണെങ്കിൽ ഞങ്ങൾ കൂടെയില്ല, ആത്മാർത്ഥമായാണ് ആഗ്രഹിക്കുന്നെങ്കിൽ ഞങ്ങൾ പ്രതിപക്ഷ MP-മാർ ശക്തമായി നിങ്ങളോടൊപ്പം തന്നെ കൂടെ ഉണ്ടായിരുന്നനെ, ഞങ്ങൾ അങ്ങനെ ഉണ്ടാവുകയും ചെയ്യും, ഇത് ജനങ്ങളുടെ വിഷയമാണ്. അപ്പോൾ പിണറായി വിജയൻ പറയുന്നത് കേന്ദ്ര മോണറ്റോറിയം വർദ്ധിപ്പിച്ചാൽ കേരളവും അതിനാനുപാതികമായി വർദ്ധിപ്പിക്കാം എന്നുള്ള മുടന്ത ന്യായമാണ് പറയുന്നത്. വർഷങ്ങളേറെയായി സംസ്ഥാന സർക്കാർ അധികാരത്തിൽ വന്നിട്ട് എന്നിട്ടും ഇതുവരെയും മാനിഫെസ്റ്റോയിൽ, ഇലക്ഷൻ മാനിഫെസ്റ്റോയിൽ പറഞ്ഞ മിനിമം വേജ് പോലും ആശാ വർക്കർമാർക്ക് കൊടുക്കാൻ പിണറായി സർക്കാർ തയ്യാറാകുന്നില്ല. അതായത് അവരെ പ്രലോഭിപ്പിക്കുക, അവർക്ക് ഇന്നത് കൊടുക്കാമെന്നൊക്കെ പറയുക, അവരെ കൊണ്ട് 14 മണിക്കൂറിലധികം ജോലി ചെയ്യിപ്പിച്ചിട്ട് ഒരു ദിവസം അവർക്ക് കിട്ടുന്ന ദിവസക്കൂലി 232 രൂപ. അതായത് ഈ കേരളത്തിൽ ഏത് രീതിയിലും ജോലി ചെയ്യുന്ന വ്യക്തികൾക്ക്, തൊഴിലാളികൾക്ക് ഏറ്റവും കുറഞ്ഞത് 700-800 രൂപ കിട്ടുന്ന ഈ കേരളത്തിലാണ് 14 മണിക്കൂറോളം പണിയെടുക്കുന്ന ആശാപ്രവർത്തകരെ സർക്കാർ കണ്ടില്ല എന്ന് നടിക്കുന്നത്. അവരെ അഭിനന്ദിക്കണമെന്നോ അവർക്ക് അനുമോദനം നൽകണമെന്നോ അല്ല പറയുന്നത്. പകരം അവരുടെ നിത്യജീവിതത്തിന് അവരുടെ രണ്ടറ്റവും കൂട്ടിമുട്ടിക്കാൻ, അവരുടെ കുടുംബങ്ങളുടെ പട്ടിണി മാറ്റാൻ വേണ്ടിയുള്ള പട്ടിണി സമരത്തെയാണ് പൊളിച്ചെടുക്കാൻ ശ്രമിക്കുന്നത്. സ്ത്രീകളുടെ ആത്മധൈര്യത്തെ നിങ്ങൾ ചോദ്യം ചെയ്യരുത് മിസ്റ്റർ പിണറായി വിജയൻ എന്ന് തന്നെയാണ് കോൺഗ്രസിൻ്റെ MLA ആയിട്ടുള്ള രാഹുൽ മാങ്കൂട്ടത്തിൽ സമരപന്തൽ സന്ദർശിച്ച ശേഷം വീണ്ടും പറഞ്ഞിരിക്കുന്നത്. UDF MLA-മാർ പ്രതിഷേധ ധർണ നടത്തിയിരിക്കുകയാണ്. അവർ ഈ സമരം ഏറ്റെടുത്തിരിക്കുന്നു എന്ന് തന്നെയാണ് വ്യക്തമാകുന്നത്.